സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് RRB, ALP ആൻഡ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന 2018 നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ഒരു ഷിഫ്റ്റിലെ ആൻസർ കീയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4/9/2018 നടന്ന എക്സാമിൻ്റെ, അതായത് ഈ ഒരു ടൈം നോക്കുക, ഷിഫ്റ്റ് 1 മണി തൊട്ട് 2 മണി വരെയുള്ള ഷിഫ്റ്റിലെ നമ്മുടെ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മളതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസിൻ്റെയും ലെവൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും, അല്ലേ? നമുക്കൊരു ഹൈ ലെവലും മീഡിയം ലെവലും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ആൻസർ കീയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്ങനെയാണ്, ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയിടണം. അതുപോലെ വലിയ ക്വസ്റ്റ്യൻസ്, കുറച്ച് ടഫ് കൂടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ടൈം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസറിലേക്ക് എത്താനുള്ള ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിന് നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കും നല്ല വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിക്കുവാനും അതുപോലെ തന്നെ പഠിച്ച ടോപ്പിക്കിൻ്റെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ ആപ്പ് വഴി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പേര് സാപ്പിയൻസ് അക്കാദമി എന്നാണ്. അപ്പോൾ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ എന്തായിരിക്കും നമ്മളതിൻ്റെ ആപ്പിൻ്റെ ലിങ്കൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ കൊടുക്കുന്ന ക്ലാസ്സുകളുടെ ഡെമോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഓക്കെ ആണ് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇനി പറയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഇനി വരാനുള്ളത് ഏകദേശം ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൻ്റെ ആൻസർ നമുക്ക് 360 കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്കിനി അടുത്ത് വരുന്ന നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നോക്കാം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മലയാളം രൂപം ഉണ്ടായിരിക്കും, അതുപോലെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇംഗ്ലീഷിന് പ്രയോറിറ്റി കൊടുക്കുക. കാരണം നമ്മൾ ഇംഗ്ലീഷിലെ തർജ്ജമയായിരിക്കും നമ്മൾ മലയാളത്തിലേക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വേർഡ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓർഡറൊക്കെ മാറി കിടക്കുന്നത്, ചിലപ്പോൾ അതിൻ്റെ മീനിങ് മാറിയിട്ട് നമുക്ക് ആൻസർ തെറ്റിപ്പോയുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം RRB പറയുന്നതാണ്, എപ്പോഴും ഇംഗ്ലീഷിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും എറർ ഇതേപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും, ഇംഗ്ലീഷിലെ കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ടേമിനായിരിക്കും എന്ത് ചെയ്യുക, അവർ കൂടുതൽ വാല്യൂ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ചിലപ്പോൾ ആൻസർ തെറ്റിപ്പോയാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, എപ്പോഴും എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കുക. എന്നാലും നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ റീസണിങ് സ്കിൽസിലെ ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ശരിക്കും ഇത് പഠിക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണെങ്കിൽ കൂടി നമുക്ക് ആ ഒരു ലോജിക്ക് കൃത്യമായിട്ട് റൈറ്റും ലെഫ്റ്റും അല്ലെങ്കിൽ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമുക്ക് ആ ഒരു ആൻസർ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിസ്റ്റൻസ് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈസ്റ്റ് ഇവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് ഓപ്പോസിറ്റ് വെസ്റ്റാണ്, ഇത് നോർത്തായിരിക്കും, ഇത് സൗത്തായിരിക്കും. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഈ ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും നമ്മൾ മാർക്ക് ഇതേപോലെ പേപ്പറിൽ നമുക്ക് തരുന്ന റഫ് പേപ്പറിൽ നമ്മൾ മാർക്ക് വിചാരിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, നമുക്ക് ഈ 4 ലെറ്റർ ഇങ്ങനെ എഴുതണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം, ഒരു ലെറ്റർ എഴുതാൻ ചിലപ്പോൾ 1 സെക്കൻഡ് സമയം നമുക്ക് ആവശ്യം വേണ്ടി വരും, അല്ലേ? അപ്പം 1 സെക്കൻഡ് × 4 വരുമ്പോൾ നമുക്ക് മൊത്തം 4 സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 ലെറ്റർ നമുക്ക് എഴുതാൻ വേണ്ടി നമുക്ക് ആവശ്യം വേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് ചെയ്യണം, ആ 4 സെക്കൻഡ് നമുക്ക് ലാഭിക്കണം. നമ്മളെങ്ങനെ ലാഭിക്കാം, അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം, ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ഒരിക്കലും 4 സെക്കൻഡ് നമ്മൾ ചിലവാക്കാൻ പാടില്ല. നമ്മളെങ്ങനെ ചെയ്യാം, നമ്മളെപ്പോഴും മൈൻഡിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവലിൽ ചെയ്യുന്ന വേണമെങ്കിൽ എന്ത് ചെയ്യുക, മേലേക്കുള്ള ഇത് ഈസ്റ്റാന്ന് ഓർത്ത് വെക്കുക എപ്പോഴും. അപ്പോൾ നമ്മൾ എന്തിനാ ആവശ്യമില്ല, പ്രത്യേകം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കേണ്ട. ഒരാൾ അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരാൾ ഈസ്റ്റിലേക്ക് പോകുന്ന പറയുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാൾ വെസ്റ്റിലേക്ക് പോകുന്ന പറയും, അപ്പോൾ എന്താ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണെങ്കിൽ വെസ്റ്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും മാർക്ക് ചെയ്യുന്ന ആ സമയം 4 സെക്കൻഡാണ്. 4 സെക്കൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യനിൽ 4 സെക്കൻഡ് ലാഭിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ നമുക്ക് ആലോചിച്ച് നോക്കുക, 100 × 4 അല്ലേ, അന്ന് ആലോചിച്ച് നോക്കുക, 100 × 4 400 സെക്കൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതായത് ഈ സെയിം ക്വസ്റ്റ്യനിലല്ല, ചിലപ്പം പല ക്വസ്റ്റ്യനിലും നമ്മൾ പല രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സമയം ലാഭിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമുക്ക് മിനിമം ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കുന്ന ടെക്നിക്ക് വെച്ച് മിനിമം ഒരു 4 സെക്കൻഡെങ്കിലും ലാഭിക്കാൻ പറ്റുന്ന അർത്ഥമാണ് മൊത്തം ക്വസ്റ്റ്യൻ നമുക്ക് 400 സെക്കൻഡ് ലാഭിക്കാൻ പറ്റും, അല്ലേ? 400 സെക്കൻഡ് പറഞ്ഞാൽ 400/60 പറഞ്ഞാൽ
40/6 7 ഏകദേശം ഒരു 70 മിനിറ്റ് 7 മിനിറ്റോളം നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 6 മിനിറ്റോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടോട്ടൽ എക്സാം ടൈമിൽ നമുക്ക് ലാഭം, അല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പം സാധാരണ ഒരു PSC എക്സാം പോലെ അല്ല നമ്മുടെ റെയിൽവേ അല്ലെങ്കിൽ ബാങ്കിങ്ങിലെ IBPS PO അല്ലെങ്കിൽ RRB PO എന്ന് പറയുന്ന അല്ലെങ്കിൽ RRB SSC പോലത്തെ എക്സാം എന്താണ് ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന ഒരു ആൻസറോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചുള്ള ഒരു ആൻസറോ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു സമയം അല്ലെങ്കിൽ സമയമില്ലാത്ത പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി, ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി 2 മിനിറ്റ് ചിലവാക്കിയിട്ട് എന്ത് ചെയ്യാണ് നിങ്ങൾ അവസാനം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി മൗസ് പോയിൻ്റർ ഉപയോഗിച്ച് നിങ്ങൾ ഓപ്ഷൻ 2ലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ടൈം ഔട്ടായി എന്തായിരിക്കും, നമുക്ക് അത്രയും സമയം 2 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ ഇൻവെസ്റ്റ് ചെയ്തു, അതും പോയി. കറക്റ്റ് ആൻസർ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. മിനിമം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മിനിമം ഒരു 4 സെക്കൻഡെങ്കിലും ഓരോ അല്ലെങ്കിൽ 3 സെക്കൻഡെങ്കിലും മിനിമം നമുക്ക് ലാഭിച്ച് എന്ത് ചെയ്യും, ടോട്ടൽ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ എക്സാമിൽ നമുക്കൊരു 6-5 മിനിറ്റിൽ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് ടോട്ടൽ ലാഭിക്കാൻ പറ്റും. അതായത് ഒരു 5 മിനിറ്റ് ലാഭിക്കാൻ ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് അറിയാവുന്ന ഈസിയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു മിനിമം 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ നമുക്ക് ചെയ്യാൻ പറ്റും അറിയാവുന്ന. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഡയറക്ഷൻ ഡിസ്റ്റൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് നോക്കാം. എ മാൻ ലോസ്റ്റ് ഇൻ ഫോറസ്റ്റ് വാണ്ടസ് ടു റീച്ച് ബാക്ക് ഹോം, ഹി മേക്സ് ഫ്യൂ മാർക്കിങ്സ് ഓൺ ദിസ് ജേണി. ഇപ്പോൾ ഒരു എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരാൾ ഫോറസ്റ്റിൽ പോയി തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ആൾ എന്ത് ചെയ്തു, തിരിച്ചു വരുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഓരോ പോയിന്റുകളിൽ എന്ത് ചെയ്തു, ഓരോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിൻ്റാണ് ഇനി പറയുന്ന സെൻറ്റൻസിൽ പറയുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ദ മാൻ സ്റ്റാർട്ട്സ് ഫ്രം പോയിൻ്റ് O. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് പോയിൻ്റ് പോലെ ഒരു ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. നോക്കുമ്പോൾ മേലെ ഈസ്റ്റാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ബാക്കിയുള്ള എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, പ്രത്യേകം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, ദ മാൻ സ്റ്റാർട്ട്സ് ഫ്രം പോയിൻ്റ് O. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്യണം. എന്ത് ചെയ്യാം, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു ഇത്രയും സ്പേസാണ് നമ്മൾ പേപ്പറിലുള്ളത് വിചാരിക്കാം. ഓക്കെ, അത് നമ്മൾ ഇത്രയും വലിയ പേപ്പറാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്രയും ഈ ഒരു ചെറിയ സ്പേസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ചെറിയ സ്പേസിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് അങ്ങോട്ടും പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു പേജിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിപ്പം ഇതിങ്ങനെ ഒരു പേജാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ പേജിൻ്റെ ഇങ്ങനെ ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും, പിന്നെ തിരിഞ്ഞിങ്ങോട്ട് വരും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങനെ പോകും, അവസാനം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും അത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടെ ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിലെങ്കിലും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആ ഒരു ലോജിക്ക് മനസ്സിലാക്കുക. അത് നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ അവസാനം എന്ത് ചെയ്യും, നമ്മൾ പേപ്പറിൻ്റെ പുറത്തേക്ക് ലൈന് വരയ്ക്കേണ്ട ആവശ്യമൊന്നും എന്തായിരിക്കും, നമ്മൾ അത്രയും നേരം വരച്ചോ മാർക്ക് ചെയ്തൊക്കെ നമുക്ക് അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ സ്ക്രീൻ നോക്കി മനസ്സിലായി, എനിക്കിപ്പോൾ ഇത്രയും സ്പേസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ ഈ മൊത്തം സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. സ്ക്രീനിലാണ് ഇത്രയും സ്പേസ് എങ്കിലും മിനിമം നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം, ഒരേപോലെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഈ ഒരു സ്പേസ് ഉപയോഗിക്കാനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ സ്പേസിൻ്റെ സെൻറ്ററിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞു, ദ മാൻ സ്റ്റാർട്ട്സ് ഫ്രം പോയിൻ്റ് O. മാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, പോയിൻ്റ് O എന്നാണ് എന്ത് ചെയ്യുന്നത്, അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങോട്ട് പോയി, ട്രാവൽസ് 20 കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലേക്ക് പോവാണ് അല്ലേ, ഇവിടെ എന്ത് ചെയ്യാൻ, ഈസ്റ്റിലേക്ക് പോയി, പിന്നെ 20 കിലോമീറ്ററാണ്, 20 കിലോമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. ടുവാർഡ്സ് ഈസ്റ്റ്, റീച്ച് പോയിൻ്റ് A അല്ലേ. അപ്പോൾ ഇവിടെത്തി, ഇത് പോയിൻ്റ് Aയിലെത്തി. ആൻഡ് ടേൺ ടു റൈറ്റ് അല്ലെ, റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ആ ലോജിക്ക് നമ്മുടെ മനസ്സിലാണ്. ചില ആളുകൾക്കൊക്കെ ഈ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ചില കുറച്ചൊരു എന്താ പറയുക, ഒരു ഡിഫക്റ്റ് എന്നൊക്കെ പറയാം അല്ലേ, ഒരു ചെറിയതായിട്ട് ലെഫ്റ്റും റൈറ്റും മാറിപ്പോകുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവർ ലെഫ്റ്റും റൈറ്റും കൃത്യമായിട്ട് പഠിക്കാതെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പം തമാശ പറയാൻ തോന്നും, പക്ഷേ തമാശയല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ലെഫ്റ്റ് റൈറ്റ് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എടുക്കാനുള്ള ഒരു കഴിവില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകൾ മാക്സിമം എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ ലെഫ്റ്റും റൈറ്റും ചിന്തിക്കുക. എന്ത് ചെയ്യാണ്, ആൻഡ് ടേൺ ടു റൈറ്റ് ആൻഡ് ട്രാവൽ 10 കിലോമീറ്റർ. എന്ത് ചെയ്യാണ്, അടുത്ത ഘട്ടത്തിലേക്ക് റൈറ്റിലേക്ക് പോവും, 10 കിലോമീറ്റർ പോവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ഇത്രയാണ് 20 കിലോമീറ്റർ കാണിച്ചുള്ളത്. അതിൻ്റെ അർത്ഥം ഇനി 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ അത്ര നീളത്തിലൊന്നും കാണിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, ഏകദേശം നമ്മൾ ആ പ്രൊപ്പോർഷൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കാം. അതായത് ഇത് 20 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ 10 പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊപ്പോർഷൻ എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതായത് റൈറ്റിലേക്ക് 10 കിലോമീറ്റർ പോകുന്ന ഏകദേശം ഇത്ര പോയിൻ്റ് പോയി. ആൻഡ് ട്രാവൽ 10 കിലോമീറ്റർ റീച്ച് ദ പോയിൻ്റ് ബി. എന്ത് ചെയ്തു, 10 കിലോമീറ്ററാണ് പോയിൻ്റ് ബിയിലെത്തി. ഓക്കെ, ഇനി അടുത്ത പറയാൻ നോക്കാം. ദെൻ ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 9 കിലോമീറ്റർ റീച്ച് പോയിൻ്റ് സി. എന്ത് ചെയ്യാണ്, വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു, ഇത് 9 കിലോമീറ്റർ പോകുന്നു. 9 കിലോമീറ്റർ ഇതെന്ത് ചെയ്തു, പോയിൻ്റ് സിയിലെത്തി അല്ലേ, പോയിൻ്റ് സിയിലെത്തി. പിന്നെ പറഞ്ഞു ദെൻ ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 5 കിലോമീറ്റർ റീച്ച് പോയിൻ്റ് ഡി. എന്ത് ചെയ്യണം, ഇവിടുന്ന് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വീണ്ടും റൈറ്റ് പറയുമ്പോൾ അങ്ങോട്ടായിരിക്കും. ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പോയി ഇങ്ങോട്ടാണ് വേണ്ട ഡയറക്ഷൻ. അയാൾ നോക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ അയാൾ റൈറ്റ് പറഞ്ഞാൽ ഇതല്ല അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും എടുക്കാൻ പാടില്ല. എന്ത് നമ്മൾ അയാൾ നോക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. സോ അയാളുടെ റൈറ്റ് എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും, ഇത് ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കോമൺ സെൻസിൽ, ആ കോമൺ ലോജിക്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ശരിയായിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 5 കിലോമീറ്റർ. എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് പോയിട്ട് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അതായത് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് 10 ആണെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതി ആയിരിക്കും 5 കിലോമീറ്റർ അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ആ പ്രൊപ്പോർഷൻ എടുക്കുക, 5 കിലോമീറ്റർ പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ആ പോയിൻ്റ് എവിടെയാണ്, അത് പോയിൻ്റ് ഡിയിലാണ് എത്തിയല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് ഏതായിരിക്കും, അത് ഡി ആണ്. ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യണം, വീണ്ടും ദെൻ ടേൺ ലെഫ്റ്റ് ട്രാവൽ 12 കിലോമീറ്റർ. എന്ത് ചെയ്യണം, ഈ പോയിന്ന് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യണം, 12 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ ഒരു 9 കിലോമീറ്റർ ഉണ്ട്, അതുപോലെ ഇത് 20 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 20ൽ നിന്ന് 9 കുറച്ചാൽ ബാക്കി ഇവിടുന്ന് ഈ ലൈനിൻ്റെ ബാക്കി എത്ര ഉണ്ടായിരിക്കുക, ഇവിടെ 11 ഉണ്ടായിരിക്കും അല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിന് പിന്നെ ഈ ലൈനിൻ്റെ പോയിന്റിലേക്ക് വരുന്ന ബാക്കിയുള്ള ദൂരം എത്രയാണ് അല്ലെ, ഈ ലൈൻ ഇത്രയും വരുന്ന ദൂരം അത് 11 കിലോമീറ്റർ ആയിരിക്കും അല്ലേ. കാരണം ഇവിടെ 9 ഓൾറെഡി വന്നു, ഇനി 11 ആയിരിക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഈ സെൻറ്റൻസ് പ്രകാരം അല്ലേ, ദെൻ ടേൺ ലെഫ്റ്റ് ട്രാവൽ 12 കിലോമീറ്റർ റീച്ച് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ 12 കിലോമീറ്റർ പോയിട്ട് പോയിൻ്റ് ഇയിലെത്തുക പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് ഇത്രയും ഇതിന് നേരത്തെ ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് നേരത്തെ കഴിഞ്ഞാൽ എന്തായി, അത് 11 കിലോമീറ്റർ ആവുള്ളൂ. കാരണം 11ഉം ഇവിടെ 11ഉം ഈ 9ഉം 20ഉം അവിടെ നിന്ന് എന്താണ് അഡീഷണൽ 1 കിലോമീറ്റർ കൂടി പോയാൽ നമ്മുടെ ഈ പറഞ്ഞ 12 കിലോമീറ്റർ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ പറയുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ആ 1 കിലോമീറ്റർ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്തേക്കുക. ഓക്കെ, 1 കിലോമീറ്ററാണ് അഡീഷണൽ വരിക. അവിടെ ആ പോയിൻ്റ് ഇ ആണ്. ദെൻ ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 6 കിലോമീറ്റർ. എന്ത് ചെയ്യണം, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യണം, 6 കിലോമീറ്റർ പോവുകയാണ്, റീച്ച് പോയിൻ്റ് എഫിലേക്ക് എത്താണ്. ഓക്കെ, ദെൻ ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 6 കിലോമീറ്റർ റീച്ച് പോയിൻ്റ് എഫ്. അതായത് ഇവിടുന്ന് റൈറ്റ് പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് നോക്കിക്കാണെങ്കിൽ റൈറ്റ് ഈ ഡയറക്ഷനിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ 6 കിലോമീറ്റർ പോകുക അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഓൾറെഡി ഇവിടെ 5 കിലോമീറ്റർ വന്നു. അതിൻ്റെ അർത്ഥം ഇത് ഇങ്ങോട്ട് 10 ആയിരുന്നു, അതിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഏകദേശം സെൻറ്റർ ഡയറക്ഷനിലാണ് നിൽക്കുന്നത് 5 കിലോമീറ്ററിൽ. സോ ഇവിടുന്ന് വീണ്ടും റൈറ്റിലേക്ക് എന്ത് ചെയ്യണം, 6 കിലോമീറ്റർ പറഞ്ഞാൽ ഇവിടെ ഇതിന് നേരെ എത്തിക്കഴിഞ്ഞാൽ 5 കിലോമീറ്ററായി. പ്ലസ് എന്ത് ചെയ്യണം, 1 കിലോമീറ്റർ കൂടി പോയാൽ ഈ പോയിൻ്റ് 1 കിലോമീറ്റർ കൂടി പോയാൽ എന്തായി, നമ്മൾ ഫൈനൽ പോയിൻ്റ് ആയിട്ടുള്ള എഫിലെത്തും. ഓക്കെ, ആ കോമൺ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള എഫ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തേക്കാം, ഇവിടെ 1 കിലോമീറ്റർ കാണിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻ്റ് എ ആൻഡ് പോയിൻ്റ് ഇ. ഈ പോയിൻ്റ് എയും അല്ലെ, പോയിൻ്റ് എ ഏതാണ്, പോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിൻ്റ് എ. ഈ പോയിൻ്റ് എയും പോയിൻ്റ് ഇയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പോയിൻ്റ് ഇ നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുണ്ടായത് പോയിൻ്റ് ഇ അല്ലേ, 12 കിലോമീറ്റർ പോയിട്ട് ഇതാണ് നമ്മുടെ പോയിൻ്റ് ഇ അല്ലേ, ഈ പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ് ഇ. അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ പോയിൻ്റ് എയും അല്ലേ, പോയിൻ്റ് എ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തു, ഈ പോയിൻ്റ് ഇയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതായത് ഈ ലെങ്ത്താണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ആ പോയിന്റിലേക്കുള്ള ഈ ഷോർട്ടസ്റ്റ് ലെങ്ത്താണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അർത്ഥം നമുക്ക് ജസ്റ്റ് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി വേണം മാറ്റി വരയ്ക്കാം. അതായത് നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ, ഈ എ അല്ലേ, ഈ പോയിൻ്റ് ജസ്റ്റ് എ എന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റുള്ള ഒ ആണ്. പിന്നെ ഇ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ ഉണ്ട്, ഈ ലൈൻ ഇങ്ങനെ, ഇതാണ് നമുക്ക് ഈ ലൈനിൻ്റെ ലെങ്ത്താണ് നമ്മൾ കാണേണ്ടത് അല്ലേ. നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി കണക്ട് ചെയ്യേണ്ടതായിരിക്കും. അതായത് ആദ്യം പോയത് 20 കിലോമീറ്റർ ആണ്. പിന്നെ ഇവിടെ നിന്നുള്ള ഈ ഡിഫറൻസ് എത്രയാണ്, ഇത് 1 കിലോമീറ്റർ ഉണ്ടായിരിക്കും, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും 1 കിലോമീറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് 5 കിലോമീറ്റർ ആണ്. അതിൻ്റെ അർത്ഥം
ആ ഒരു ട്രയാങ്കിളിൻ്റെ ഇത് റൈറ്റ് ആംഗിളാണ്. ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ഇ. ഓക്കെ, ഇത് പോയിൻ്റ് ഇ. ഇത് 21 ലെങ്ത്ത്, ഇത് 5 ലെങ്ത്ത്. നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്യുക, ഈ കാണുന്ന ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്താണ് നമ്മൾ കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ കൂട്ടി നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് റൂട്ട് ഓഫ് 21 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. നമുക്കറിയാം 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441, 5 സ്ക്വയർ പറഞ്ഞാൽ 25. അപ്പോൾ ടോട്ടൽ 441, 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് 25 ചെയ്താൽ നമുക്ക് 466 കിട്ടും. ഓപ്ഷൻ 2 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ലെങ്തി ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റും റൈറ്റും മാറിപ്പോകാൻ പാടില്ല. കാരണം ഇങ്ങനെ പോയി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്, ഇവിടുന്ന് റൈറ്റ് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാണ്, ഇവിടുന്ന് റൈറ്റ് പറഞ്ഞാൽ എങ്ങോട്ടാണ്, പിന്നെ എങ്ങോട്ടാണ്. അപ്പോൾ ആ ലോജിക്ക് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ആൻസർ വരിക ഓപ്ഷൻ 2 ആയിരിക്കും, റൂട്ട് ഓഫ് 466. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ഓക്കെ, ഇത് നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് നമുക്ക് സൂം ഇൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് യൂണിവേഴ്സൽ, ഓക്കെ, യൂണിവേഴ്സൽ എന്നുള്ള വേർഡിൽ എന്ത് ചെയ്യണം, ഈസ് അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ ആൻഡ് ഈച്ച് ലെറ്റർ ഇൻ ദ ഓർഡർ ഈസ് അസൈൻഡ് എ ന്യൂമറിക്കൽ വാല്യൂ 1, 2, 3 അക്കോർഡിംഗ് ടു ദെയർ പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ്. ദെൻ ദ സം ഓഫ് ദ വാല്യൂസ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദ വെർബൽസ് വിൽ ബി. ഈ ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലായിട്ടുണ്ടായിരിക്കുക. എന്ത് ചെയ്യുക, യൂണിവേഴ്സൽ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എന്ത് ചെയ്യുക, ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുക. അതായത് ഇതിലുള്ള ഓരോ ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആൽഫബറ്റിക് ഓർഡറിൽ. ഇപ്പോൾ അതിൽ നമുക്കറിയാം എ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എ നമ്മൾ ആദ്യം എഴുതണം. അങ്ങനെ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ലെറ്റേഴ്സും നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുക. ശേഷം എന്ത് ചെയ്യുക, ഓരോ ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് 1, 2, 3, 4, 5, 6 എന്ത് ചെയ്യുക, നമ്മൾ അവസാനത്തെ ലെറ്റർ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്പർ കൊടുത്തതിന് ശേഷം ആ ലെറ്റേഴ്സിൽ ആ ഓർഡറിലുള്ള അല്ലെങ്കിൽ ആ ലെറ്റേഴ്സിൻ്റെ വവൽസിൻ്റെ, ഇപ്പോൾ ഇത് 1 ആണ്, പിന്നെ 2, 3, ഇപ്പോൾ ഇവിടെ ഐ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇ ഉണ്ട് ആയിരിക്കും, അപ്പോൾ ഇത് 5 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വവൽസ് ആയിട്ടുള്ള ലെറ്റേഴ്സിൻ്റെ നമ്പർ നോക്കുക. ഇപ്പോൾ 1ഉം 3ഉം 5ഉം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ സം എടുക്കുക. 1, 3, 4, 4, 5, 9 അതിൻ്റെ സം എടുത്തുന്നത് അതിൻ്റെ ആൻസർ പറയാനാണ് ചോദിച്ചുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാകണം. എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. മോക്ക് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് പഠിക്കാൻ നമുക്ക് ആദ്യം ക്ലാസ്സുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ ആപ്പ് വഴി ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാം നമുക്ക് എന്ത് ജസ്റ്റ് യൂണിവേഴ്സൽ എഴുതാം. എന്നിട്ട് അതിലെ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം. അപ്പോൾ നിങ്ങൾ എക്സാം ടൈമിൽ എന്താകാൻ പാടില്ല, വീണ്ടും നിങ്ങൾ യൂണിവേഴ്സൽ നിങ്ങളുടെ പേപ്പറിലേക്ക് പകർത്തി എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, യൂണിവേഴ്സലിനുള്ള മനസ്സിൽ ഓർത്ത് വെക്കുക. എന്ത് ചെയ്യുക, അതിൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓരോ ലെറ്റേഴ്സ് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലേക്ക് എഴുതിയാൽ. അതായത് അപ്പോൾ നമുക്കറിയാം എ വരുന്നുണ്ട്, പിന്നെ നിങ്ങൾ മനസ്സിൽ തന്നെ പറയാം ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യുക, സ്ക്രീനിലേക്ക് നോക്കുകയും ചെയ്യാം. AB, അപ്പോൾ B നമുക്കില്ല എന്ന് പറഞ്ഞിട്ടും B ഇല്ല, C ഇല്ല, D ഇല്ല, പിന്നെ E വരുന്നുണ്ട് അല്ലേ, E വരുന്നുണ്ട്, E പിന്നെ F ഇല്ല, G ഇല്ല, H ഇല്ല, I വരുന്നുണ്ട്, EFGHI, JKL വരുന്നുണ്ട്, MN വരുന്നുണ്ട്, OPQR വരുന്നുണ്ട്, S വരുന്നുണ്ട്, TU വരുന്നുണ്ട്, UV വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 3, 3, 6, 3, 9. അപ്പോൾ ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ എണ്ണം ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 3, 3, 6, 3, 9. അപ്പോൾ നമ്മൾ എല്ലാത്തിനും നമ്മൾ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ലെറ്റേഴ്സിന് നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റേഴ്സിന് നമ്പർ കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ആ നമ്പർ പ്രകാരം അല്ലെങ്കിൽ ഈ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയുള്ള വവൽസ് ഉണ്ടായിരിക്കും. അതായത് വവൽസ് പറയാം AEIOU ആണ്. അപ്പോൾ എ ഉണ്ട്, എ എന്ന് പറയുമ്പോൾ എൻ്റെ നമ്പർ നോക്കുക 1 ഉണ്ട്, ഈ വവലാണ്, ഇതിൻ്റെ നമ്പർ 2 ഉണ്ട്, I വവലാണ്, 3 ഉണ്ട്, പിന്നുള്ളത് U ആണ്, 8 ഉണ്ട്. അപ്പം ഇതിൽ 4 വവൽസ് ഏതാണ് എന്ത് ചെയ്യുക, 4 വവൽസിൻ്റെയും ലെറ്റേഴ്സിൻ്റെ സ്ഥാനത്തിൻ്റെ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. അത് 1, 2, 3, 3, 3, 6, 6, 8, 14. നമ്മുടെ ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ 4 14 ഉണ്ട്. അപ്പോൾ നമ്മുടെ 14 ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ 14. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ലോജിക്ക് പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയണം അല്ലേ.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ 1-2 തവണ വായിച്ചാൽ എനിക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം പ്രാക്ടീസിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം, അങ്ങനത്തെ ടോപ്പിക്ക് നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.